നമസ്കാരം. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ വന്ന സെല്ലിംഗ് പ്രഷറിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഡെക്സ് 21,600 എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുത്തുകയും 1% ഇടിഞ്ഞ് 21,513 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് ഏറ്റവും അധികം സെല്ലിംഗ് പ്രഷർ വന്നത് ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു. ബാങ്ക് നിഫ്റ്റി 1.47% ഇടിഞ്ഞത്. മിഡ് ക്യാപ് സ്മാൾ ക്യാപ് ഇൻഡെക്സുകളിലെ സ്റ്റോക്കുകളിലും ഇന്ന് സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.36%, മിഡ് ക്യാപ് ഇൻഡെക്സ് 0.8% ഇടിഞ്ഞു. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കിയാൽ 800ഓളം സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റവും 1400ഓളം സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷറും പ്രകടമായിരുന്നു. ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ബൈയിങ് സൈഡിലായിരുന്നു. FIS 16 കോടിയുടെ ബൈയിങ്ങും DIS 1555 കോടിയുടെ ബൈയിങ്ങുമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. സെക്ടോറിയൽ ഇൻഡിസസ് പരിശോധിച്ചാൽ FMCG, ഹെൽത്ത് കെയർ, മെറ്റൽ തുടങ്ങിയ സെക്ടറുകളിലെല്ലാം തന്നെ സെല്ലിംഗ് പ്രഷർ കാണാം. FMCG 1.5%, ഹെൽത്ത് കെയർ 1.04%, BSE മെറ്റൽ 1.40% ഇടിഞ്ഞത്. ഇന്ത്യ വിക്സ് 7% ഉയർന്ന് 13.5 ഇന്ത്യ വിക്സ് ഉയരുന്നത് മാർക്കറ്റിലെ ഫിയർ ഫാക്ടറിനെയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യം തന്നെ ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ കാരണം വീക്ക് ഗ്ലോബൽ ക്യൂസ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ പുറത്തു വന്ന ചില എക്കണോമിക് ഡേറ്റകളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് അമേരിക്കൻ മാർക്കറ്റും അണ്ടർ പെർഫോം ചെയ്യുകയായിരുന്നു. ഇവിടെ അമേരിക്കയുടെ ഡിസംബർ മാസത്തെ നോൺ ഫാം പേറോൾ ഡേറ്റയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ മാർക്കറ്റ് എക്സ്പെക്റ്റേഷനേക്കാൾ മികച്ച രീതിയിലുള്ള നോൺ ഫാം പേറോൾ ഡേറ്റ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. അതോടൊപ്പം തന്നെ ബോണ്ട് ഈൽഡ് ഉയരുകയും ചെയ്തു. അമേരിക്കൻ മാർക്കറ്റിൽ മാത്രമല്ല ഏഷ്യൻ മാർക്കറ്റിലും വീക്ക്നെസ് പ്രകടമായിരുന്നു. ഇന്ന് ചൈനയുടെ ചില പ്രധാനപ്പെട്ട എക്കണോമിക് ഡേറ്റയായ ഇൻഫ്ലേഷൻ ആൻഡ് ട്രേഡ് ഡേറ്റയുടെ പശ്ചാത്തലത്തിൽ ചൈനീസ് ഇൻഡെക്സും 1% ഇടിയുകയും ഏഷ്യൻ മാർക്കറ്റ് മുഴുവൻ വീക്കാവുകയും ചെയ്തു. അതുപോലെ തന്നെ ക്വാർട്ടർലി റിസൾട്ട് സെഷൻ ജനുവരി 11 മുതൽ ആരംഭിക്കുകയാണ്. പ്രമുഖ IT കമ്പനികളായ HCL ടെക്, വിപ്രോ, TCS, ഇൻഫോസിസ് തുടങ്ങിയ കമ്പനികളുടെയൊക്കെ ക്വാർട്ടർലി റിസൾട്ട് വരാൻ പോവുകയാണ്. കോട്ടക് സെക്യൂരിറ്റീസ് പോലുള്ള പല ബ്രോക്കേജ് ഏജൻസികളും പറയുന്നത് മുൻനിര IT കമ്പനികൾ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചേക്കും. അതുകൊണ്ടാകാം ഇന്ന് IT സെക്ടറിലെ സ്റ്റോക്കുകളിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും അധികം സെല്ലിംഗ് പ്രഷർ വന്നത് ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകളിലായിരുന്നു. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ മാക്യുറി ബാങ്കുകളുടെ ഏണിംഗ് ഗ്രോത്ത് വരുന്ന ഫിനാൻഷ്യൽ ഇയറിൽ സ്ലോ ആകാൻ സാധ്യതയുണ്ടെന്ന് ഒരു റിസർച്ച് റിപ്പോർട്ട് വഴി പറഞ്ഞിരുന്നു. ഇവിടെ ബാങ്കുകളുടെ ക്രെഡിറ്റ് ഗ്രോത്ത് മോഡറേറ്റ് ആവുകയും മാർജിൻ ഡിക്ലൈൻ ആകുകയും ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഏണിംഗ് പെർ ഷെയറിൽ സ്ലോ ഗ്രോത്ത് ആയിരിക്കും പ്രതീക്ഷിക്കേണ്ടത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകളിലും ഇടിവ് കാണാൻ സാധിച്ചു. HDFC ബാങ്ക്, ICICI ബാങ്ക്, SBI, ആക്സിസ് ബാങ്ക് തുടങ്ങിയ പ്രധാന ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകൾ 1 മുതൽ 2% ഇടിഞ്ഞു. PSU, ഹെൽത്ത് കെയർ, മെറ്റൽ, FMCG തുടങ്ങിയ ഇൻഡെക്സുകളും ഇന്ന് 1 മുതൽ 1.6% ഇടിഞ്ഞു. ഓവറോൾ മാർക്കറ്റിൽ ഇന്നൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചെങ്കിലും ചില സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന സ്റ്റോക്കിൽ 1%-അടുത്ത് ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. അതേസമയം സ്മാൾ ക്യാപ് ഇൻഡെക്സുകളിലെ സുസ്ലോൺ എനർജി, ജില്ലറ്റ് ഇന്ത്യ, JBM ഓട്ടോ, കാപ്രി ഗ്ലോബൽ, ട്രൈഡൻറ്റ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് 5 മുതൽ 20% ഉയർന്നു. 21,650 എന്ന ക്രൂഷ്യൽ സപ്പോർട്ട് നിഫ്റ്റി മറികടന്ന സാഹചര്യത്തിൽ 21,500 ഒരു പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഈ സപ്പോർട്ടിന് താഴെയുള്ള ഓരോ 100 പോയിന്റിലും മാർക്കറ്റിന് സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. 21,480, 21,400, 21,300, 21,200 തുടങ്ങിയവയാണ് നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ട് ലെവലുകൾ. ഇന്ന് ഉയർന്ന ബൈയിങ് മൊമെൻറ്റം കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് ട്രൈഡൻറ്റ്. 20% ഉയർന്ന് 49 രൂപ 5 പൈസയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 24,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 53.08. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 30% റിട്ടേണും ഇയർ ടിൽ ഡേറ്റിൽ 34%-അടുത്ത് റിട്ടേണും നൽകി. 5 വർഷം കൊണ്ട് സ്റ്റോക്ക് 590% റിട്ടേണാണ് നൽകിയത്. ആദ്യം തന്നെ ട്രൈഡൻറ്റ് എന്ന സ്റ്റോക്കിൽ വന്ന ബൈയിങ് മൊമെൻറ്റത്തിന് പിന്നിലെ കാരണം മനസ്സിലാക്കാം. കമ്പനിയുടെ ബിസിനസ് എക്സ്പാൻഷൻ പ്ലാനിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയിലാണ് ഇന്ന് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്.
ട്രൈഡൻ്റ് എന്ന കമ്പനി വളരെയധികം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ബിസിനസ് മോഡലുള്ള കമ്പനിയാണ്. കമ്പനി ഗാർമെൻറ്റ് സെക്ടറിലും കെമിക്കൽ സെക്ടറിലും പേപ്പർ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിലും പ്രസൻസ് ഉണ്ട്. ഈ കമ്പനിക്ക് പഞ്ചാബിലെ ലുധിയാനയിലും മധ്യപ്രദേശിലെ ബുദ്നി എന്ന സ്ഥലത്തും 2 മാനുഫാക്ചറിംഗ് പ്ലാന്റുകളുണ്ട്. ഇവിടെ മധ്യപ്രദേശിലെ ബുദ്നി എന്ന സ്ഥലത്തെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ 830 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കമ്പനി അതിൻ്റെ യാൺ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. 830 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി 1,89,696 സ്പിൻഡിലുകൾ കമ്പനി അക്വയർ ചെയ്തിരുന്നു. ഇതുവഴി കമ്പനിയുടെ അപ്ഡേറ്റഡ് കപ്പാസിറ്റിയിൽ 5,89,248 സ്പിൻഡിലുകളും 7,464 റോട്ടറുകളും 160 എയർ ജെറ്റുകളും ഉൾപ്പെടും. കൂടാതെ ഇവയുടെ യൂട്ടിലൈസേഷൻ കപ്പാസിറ്റി 82% ഉയരുകയും ചെയ്തു. 6,200 കോടി രൂപയുടെ ആനുവൽ റവന്യൂ നേടുന്ന ട്രൈഡൻ്റ് എന്ന കമ്പനി പ്രധാനമായും ഗാർമെൻറ്റ് സെക്ടറിനെയാണ് കേറ്റർ ചെയ്യുന്നത്. ഇതുകൂടാതെ കമ്പനി സ്റ്റേഷനറി, പേപ്പർ, യാൺ, കെമിക്കൽസ് എന്നിവ മാനുഫാക്ചർ ചെയ്യുകയും ചെയ്യുന്നു. സ്റ്റോക്ക് എന്നതിൻ്റെ ഓവർബോട്ട് സോണിലേക്ക് എത്തിയിട്ടുണ്ട്. RSI 82 മണി ഫ്ലോ ഇൻഡെക്സ് 76 എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ടെക്നിക്കലി സ്റ്റോക്കിൽ നമ്മൾക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ പല അനലിസ്റ്റുകളും സ്റ്റോക്കിന് മുൻപ് 51 രൂപ വരെയുള്ള ടാർഗറ്റുകളും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിൽ ഇന്ന് 43 രൂപ എന്ന റേഞ്ചിൽ ഒരു ബ്രേക്കൗട്ട് വരികയും സ്റ്റോക്ക് 49 എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 50, 51 തുടങ്ങിയ ലെവലുകൾ പ്രധാന റെസിസ്റ്റൻസ് സോണാണ്. ഇവിടെ നിന്നും ഏതെങ്കിലും കാരണവശാൽ സ്റ്റോക്ക് കറക്റ്റ് ആവുകയാണെങ്കിൽ സ്റ്റോക്കിന് 42, 43 തുടങ്ങിയ റേഞ്ചുകളിൽ സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ റേഞ്ചിന് മുകളിൽ സപ്പോർട്ട് ലഭിച്ചതിന് ശേഷം സസ്റ്റെയിൻ ചെയ്താൽ ഫ്രഷ് പൊസിഷൻ പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കിനെ പരിഗണിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. റാലി.